യമൻകാരനാകുന്ന ഒരു വ്യക്തി സ്വന്തം ഉമ്മയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ തവാഫ് ചെയ്യാൻ എന്ത് പ്രയാസം സഹിക്കുന്നുണ്ടാകും. അപ്പൊ തോളിലെടുത്ത് വെച്ചിട്ട് ഇദ്ദേഹം തവാഫ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ആരുടെ അടുക്കൽ? അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായിയാകുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അഥവാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ അടുക്കൽ കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കാൻ, അല്ലയോ അബ്ദുല്ലാഹി ബിൻ ഉമറേ, ഉമ്മയിതാ പരിശുദ്ധമായ കഅബ കാണണമെന്ന് അടങ്ങാത്ത ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ ഉമ്മയെ തോളിൽ ചുമന്നുകൊണ്ട് യമനിൽ നിന്ന് ഈ പരിശുദ്ധമായ മക്കയിലേക്ക് വന്നതാണ്. ഇവിടെ എത്തി ഉമ്മയെ തോളിൽ വെച്ചുകൊണ്ട് ഞാൻ തവാഫ് ചെയ്തു. ഇത്രയേറെ പ്രയാസങ്ങൾ സഹിച്ചതാകുന്ന എനിക്ക് ഫഹൽ തറാനി ജസൈതുഹാ, ഉമ്മയോടുള്ള പരിപൂർണമായ പ്രതിഫലം, ഉമ്മയോടുള്ള കടമ പരിപൂർണമായി നിർവഹിച്ചവനല്ലയോ എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവയോട് ചോദിക്കുമ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മകൻ പറയുകയാ, ലാ ഇല്ല മോനെ, ഇല്ല മോനെ, ഉമ്മയ്ക്ക് പകരം വെക്കാൻ നിന്റെ അമലിനെ പറ്റൂല എന്ന് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. യമനിൽ നിന്ന് ഉമ്മയെ തോളിലെടുത്ത് വെച്ച് മക്കയിലെത്തി. ഇവിടെ വന്നിട്ട് ഉമ്മയെ തോളിലെടുത്ത് വെച്ച് തവാഫ് ചെയ്തു. ഉമ്മയോട് കടപിടിക്കോ, ഉമ്മ ചെയ്തതിനൊക്കെ പകരം വെക്കാൻ പറ്റുമോ? പകരം വെക്കാൻ